ഞാൻ കോന്നി കൊച്ചയ്യപ്പൻ. എനിക്ക് 3 വയസ്സ് പ്രായം. എന്നെയും എന്നോടൊപ്പമുള്ള മറ്റു ബന്ധുക്കളെയും കാണാൻ നിങ്ങൾ ഇവിടെ എത്തുന്നു. മറ്റുള്ള ജീവികളിൽ നിന്നും ഞങ്ങൾക്കുള്ള വ്യത്യസ്തതകൾ, ആകാര വലിപ്പം, ഞങ്ങളുടെ കുസൃതികൾ, പ്രവർത്തികൾ തുടങ്ങിയവ നിങ്ങളെ ആഹ്ലാദിപ്പിക്കുന്നുണ്ടാകാം. അതുകൊണ്ടായിരിക്കും നിങ്ങൾ ഇവിടെ എത്തുന്നത്. ഇവിടുത്തെ എൻ്റെ ആനബന്ധുക്കൾക്ക് ഓരോരുത്തർക്കും ഉണ്ട് ഓരോ കഥ പറയാൻ. എൻ്റേത് ഒരു കുഞ്ഞു കഥ മാത്രം. നിങ്ങൾക്ക് ജീവിക്കാൻ അവകാശമുള്ളതുപോലെ എൻ്റെ മാതാപിതാക്കൾക്കും അവരുടെ മുൻഗാമികൾക്കും ഇവിടെ ജീവിക്കാൻ അവകാശമുണ്ടായിരുന്നു. നിങ്ങൾ മനുഷ്യർ മാത്രമാണ് ഞങ്ങളുടെ കൂട്ടരുടെ ഇടം കയ്യേറി ഞങ്ങളുടെ വാസസ്ഥലം ചുരുക്കിയത്. ആ കഥ പറഞ്ഞാൽ വീണ്ടും നമ്മൾ ശത്രുക്കളാകാൻ സാധ്യതയുണ്ട്. എങ്കിലും പറഞ്ഞോട്ടെ, ഞാനൊരു കുഞ്ഞനല്ലേ. ഞങ്ങളാണോ നിങ്ങൾക്ക് ഏറ്റവും ദ്രോഹമുണ്ടാക്കിയത്? നിങ്ങളല്ലേ ഞങ്ങളെ ഏറ്റവും ദ്രോഹിച്ചത്. ഞങ്ങൾക്ക് ഒന്നും പിന്നത്തേക്ക് മാറ്റിവെക്കുന്ന സ്വഭാവമില്ല. അന്നന്ന് കിട്ടുന്നവ ആഹരിക്കുന്നു. നിങ്ങളോ? നിങ്ങൾക്ക് അടുത്ത തലമുറയ്ക്ക് വേണ്ടിയുള്ളത് സമ്പാദിക്കണം. അതിനുവേണ്ടി നമ്മുടെ ഇടം കയ്യേറി. ഞാൻ ജനിച്ച ദിവസം എനിക്ക് ഓർമ്മയില്ല. എന്നാൽ ഞാൻ കോന്നിയിലെത്തിയത് 2021 സെപ്റ്റംബർ മാസം 9-ാം തീയതി ആയിരുന്നു. പിന്നീട് അറിയാൻ കഴിഞ്ഞത് റാന്നി വനം ഡിവിഷൻ ഭാഗമായ ഗൂഡ്രിക്കൽ റേഞ്ചിലെ വനത്തിനുള്ളിൽ നിന്നാണ് എന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയതെന്ന കാര്യം. 90% ജീവൻ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള അവസ്ഥയിലായിരുന്നു ഞാനപ്പോൾ. ജന്മന ഞാൻ അവശനായിരുന്നു. അത്തരത്തിലുള്ള മക്കളെ ഉപേക്ഷിക്കുക എന്നതാണ് ഞങ്ങളുടെ രീതി. അതുകൊണ്ട് തന്നെ എന്നെയും അമ്മ ഉപേക്ഷിച്ചു. മറ്റെന്തെങ്കിലും കാരണം കൂടി ഉണ്ടാകാം. നിങ്ങളിൽ ചിലർ ഞങ്ങളുടെ കൂട്ടരെ ശത്രുക്കളായി കാണുന്നത് കൊണ്ട് കാടിനുള്ളിൽ അതിക്രമിച്ച് കയറി എൻ്റെ അമ്മയെ അവിടെ നിന്ന് വിരട്ടി ഓടിച്ചതും ആകാം. വന്യമൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥ കൂടിയാണ് ഈ ഭൂമി എന്ന സത്യം നിങ്ങളിൽ പലരും മറക്കുന്നു. വികസനത്തിൻ്റെ പേരിൽ എൻ്റെയും നിങ്ങളുടെയും കാടിൻ്റെ വിസ്തൃതി ചെറുതാക്കിയവർ, ആർത്തിമൂത്ത് ഞങ്ങളുടെ കൂട്ടരെ നായാടിയവർ, കാടിനുള്ളിൽ പ്ലാസ്റ്റിക് പോലുള്ള മാലിന്യം വലിച്ചെറിഞ്ഞ് കാടിൻ്റെ പവിത്രത കളങ്കപ്പെടുത്തിയവർ, ആരോടൊക്കെയോ ഉള്ള ശത്രുത കൊണ്ട് കാടിന് തീവച്ചവർ, ഇവരായിരിക്കും അതിന് കാരണക്കാർ. എല്ലാവരെയും കുറ്റപ്പെടുത്തുന്നില്ല, ഇതിന് കാരണക്കാരായവരെ മാത്രം. എൻ്റെ കഥ പറഞ്ഞ് ഞാൻ ചുരുക്കുന്നു. ഉദ്യോഗസ്ഥരുടെ സഹായത്താൽ കോന്നിയിലെത്തിയ എനിക്ക് ഒരു അമ്മയിൽ നിന്ന് കിട്ടാത്ത സ്നേഹം അവർ നൽകി. പാൽക്കുപ്പികളിൽ പാൽ നിറച്ച് അവർ എനിക്ക് നൽകി. അമ്മയുടെ ലഭിക്കാത്ത സ്നേഹം അവർ എനിക്ക് പകർന്നു നൽകി. ഞാനിപ്പോൾ 4-ാം വയസ്സിലേക്ക് കടക്കുന്നു. എന്നെ സമീപത്തു നിൽക്കുന്ന മറ്റു ആനകളുടെ കഥകളിലേക്ക് ഞാൻ കടക്കുന്നു. എന്നെ സംബന്ധിച്ച് പറയാൻ വിട്ടത് ഞാൻ അതിനോടൊപ്പം പറയാം.